നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മംഗലശ്ശേരിയിൽ വന്ന വിവരം നീ ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഭർത്താവുണ്ടല്ലോ സഞ്ജു, അവൻ ഹോസ്പിറ്റലിലാണെങ്കിലും വെറുതെ ഇരിക്കുകയല്ല. ഹോട്ടലുകളും റിസോർട്ടുകളും ലക്ഷ്യം വെച്ച് പ്രൈവറ്റ് ഏജൻസിയെ വെച്ച് അന്വേഷിക്കുന്നുണ്ട് ശത്രു ആരാണെന്നറിയാൻ. നിനക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ കണക്ക് തീർക്കാൻ വന്നിരിക്കുന്നത് മാണിക്യമംഗലത്തെ ഗൗരി നന്ദനയാണെന്ന്? ഇപ്പോഴും അവനൊന്നും അറിയില്ല. അവനെ ആരും ഒന്നും അറിയിച്ചിട്ടുമില്ല. നീയാളും മിടിക്കുക. നിങ്ങൾ ഗൗരീനന്ദിനി എന്ന് പറഞ്ഞാ അതിന് എന്ത് തെളിവാ ഉള്ളത്? ഗൗരീനന്ദന ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കി. ആ ബോഡി പോലീസ് തന്നെ സംസ്കരിച്ചു. ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ പേര് തന്നെ വെട്ടി മാറ്റപ്പെട്ടു. അതറിയാവുന്നതുകൊണ്ടല്ലേ ദക്ഷ എന്നൊരു പേര് നിങ്ങൾ സ്വീകരിച്ചത്. നിങ്ങൾ ഗൗരീനന്ദിനിയാണെന്ന് പറഞ്ഞാ ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വിഷമുള്ള ഇനമാണല്ലോ നീ. അതെ, വിഷജന്തുക്കളോട് നേരിടുമ്പോ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും. നീ എന്നെ കാണുന്നത് അങ്ങനെയാണല്ലേ? പിന്നെ നിങ്ങൾ ആരാ? ജീവിതം എന്താണെന്ന് അറിയാത്തൊരു പാവം പെണ്ണിനെ 2 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? ഞാൻ മനുഷ്യ സ്ത്രീയാണെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്? സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഉറവ പറ്റിപ്പോയൊരു പെണ്ണാ ഞാൻ. നീ ചേച്ചിന്ന് വിളിക്കുന്നവള് വീണു പോയപ്പോ നിനക്ക് നൊന്തു. ജീവിതത്തിൽ എത്ര തവണ ഞാൻ വീണുപോയെന്ന് നിനക്കറിയാമോ? നിങ്ങൾക്ക് അതേ പ്രായത്തിലൊരു മകളുണ്ടായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയോട് ഈ ക്രൂരത കാണിക്കോ? എന്റെ മകളായാ പോലും എന്റെ വഴി തടഞ്ഞാൽ എനിക്കവള് ശത്രുവാ. രക്ഷയിൽ നിന്ന് ഒരു ദയയും അവൾ പ്രതീക്ഷിക്കണ്ട. രക്ഷിക്കാൻ ഓടി നടക്കുന്ന നീ ആരാണെന്ന ചിന്ത മറക്കരുത്. താലി കെട്ടിയവന്റെ വീട്ടിൽ വേലക്കാരിയെ പോലെ നീ ജീവിക്കുന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നു. ആ വീട്ടിലെ മറ്റുള്ളവർ നിന്നെ തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥ നീ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. നീ ഒരു വെട്ടിയല്ലെന്ന് എനിക്കറിയാം. സ്വാതി ഇല്ലാതാവേണ്ടത് നിന്റെ ആവശ്യമാണോ അത് എന്റെ ആവശ്യമാണോ? ഇനി നിങ്ങളൊരു അക്ഷരം ശബ്ദിച്ചു പോരുത്. ശബ്ദിക്കും. സഞ്ജു താലി കെട്ടിയ പെണ്ണും നീ. അവൻ വീണ്ടും താലി കെട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പെണ്ണ് സ്വാതി. അവന്റെ ഭാര്യയായ നീ ആ വീട്ടിൽ തന്നെയുണ്ട്. നീ എന്റെ നേരെ ക്ഷോഭിച്ച എന്റെ ചോദ്യത്തിന് മറുപടിയാവോ? എന്റെ ഒരു കോള് മാത്രം മതി കാഞ്ചനയ്ക്ക്. ഒന്നുകിൽ കാഞ്ചന നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നിനക്ക് ആത്മഹത്യ ചെയ്യാം. രണ്ടായാലും നീ പിന്നെ ഇല്ല ലക്ഷ്മി. ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോലും കാഞ്ചന നിന്നെ അനുവദിക്കില്ല. നീ അവളുടെ മകൾക്കൊരു ബാധയാണെന്ന് കാഞ്ചനയ്ക്ക് അറിയാം. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എവിടെയൊക്കെയോ നീയും ഞാനും തമ്മിൽ ചില പൊരുത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മംഗലശ്ശേരിയിൽ ഒരാൾ പോലും അവശേഷിക്കാതെ ഒന്നും തമ്മിലടുപ്പിച്ചും ആ കുലം ഞാൻ മുടിപ്പിക്കും. ഒടുവിൽ അതിനൊരു അവകാശം വേണമല്ലോ. അതിന് ഞാൻ കാണുന്നത് നിന്നെയാ. താലിച്ചരട് അറ്റുപോയവൻ. രക്ഷയ്ക്ക് നിന്നോടുള്ള മമതയായി നിനക്കതിനെ കരുതാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.